ഞാൻ എന്നുള്ളതായ അള്ളാഹിന്റെ അടിമ ചെയ്യാനുള്ളത് മുബാറക്കായ പരിശുദ്ധമായ മുത്തനബിയുടെ ജീവിതത്തെ മുറുകെ പിടിക്കലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ ചേർത്ത് പിടിക്കലാണ്. അപ്പോഴാണ് നാളെ നമുക്ക് ശഫാഅത്തിന് നമ്മൾ അർഹരായി തീരുന്നത്. നമ്മളെല്ലാവരും പാപികളാണ് അല്ലേ? കാരുണ്യം കൊണ്ടല്ലാതെ ആരും തന്നെ സ്വർഗം കാണൂല എന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ചെയ്തുകൊണ്ട് ആരും സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം അല്ലാഹു തആല അവന്റെ ഒരു അനുഗ്രഹം എടുത്തു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ ഒരു അനുഗ്രഹം എടുത്തു കഴിഞ്ഞ് ജീവിതം മുഴുവനും സുജൂദ് ചെയ്താലും അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ശുക്റാവൂല, നന്ദിയാവൂല എന്നാണ്. അപ്പോ എന്റെ സഹോദരങ്ങളെ, മോമിനീങ്ങളെ, അള്ളാഹിന്റെ കാരുണ്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാരുണ്യത്തെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചുമൊക്കെ അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനും മുത്തുനബിയുടെ പരിശുദ്ധമായ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധമായ ദുൽഖഅദ് മാസം നമ്മൾ തുടങ്ങി. ദുൽഖഅദിന്റേതായ ആദ്യത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഒരു വിശ്വാസിയുടെ മാനസാന്തരതയിൽ, ഒരു വിശ്വാസിയുടേതായ മസ്തിഷ്കത്തിൻ്റെതായ അകത്തളങ്ങളിൽ ഓടി വരുന്നത് എന്താണ്? പരിശുദ്ധമായ ദുൽഖഅദ് മാസം തുടങ്ങുമ്പോ ഇനി വരാനുള്ളത് ദുൽഹിജ്ജ മാസമാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെതായ പ്രത്യേകത എന്താണ്? ഈ മാനവ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല ആഘോഷിക്കുവാൻ അനുവാദം നൽകിയപ്പോ ഒന്നാമത് ഈദുൽ ഫിത്ർ ആണെങ്കിൽ രണ്ടാമത് ഈദുൽ അദ്ഹ എന്നും ഈ പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെതായ സുദിനത്തിൽ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും അഫ്ളലായ കാര്യം എന്താണ്? ഈ മാസത്തിൽ ചെയ്യാനുള്ള ഏറ്റവും അഭികാമ്യമായ കാര്യം എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അല്ലാഹു പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു വരുന്നത് ഉദ്ഹിയ്യത്തിൻ്റെതായ മുഅക്കദായ സുന്നത്തായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ചതായ വർഷങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഹിയ്യ കൊടുക്കുമായിരുന്നു. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറുത്തു കൊടുക്കുമായിരുന്നു എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധമായ പ്രവർത്തനമായിരുന്നു ഉദ്ഹിയ്യത്ത് എന്നുള്ളതായ കർമ്മം, അറുത്തു കൊടുക്കുക എന്നുള്ളതായ കർമ്മം. ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, നിസ്കരിക്കുക, അവന് വേണ്ടി അറുത്തു കൊടുക്കുക എന്ന് പിന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിനേക്കാളും വലിയ തെളിവും അതിനേക്കാളും വലിയ ദലീലും നമുക്ക് ആവശ്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോമിനീങ്ങളെ, ഇനി ഒരു മനുഷ്യൻ വിചാരിക്കാം എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഇനി നമുക്കിനി അടുത്ത വർഷം വാങ്ങിച്ചു കൊടുക്കാം. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നമുക്കിനി അടുത്ത വർഷം വാങ്ങിച്ചു കൊടുക്കാന്ന് ഒരാൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഉദാഹരണമായി 2025 നമ്മൾ ജീവിക്കുമ്പോ ഹജ്ജ് എന്നുള്ളതായ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതായ കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. കഴിവുള്ളവന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെതായ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട 5ാമത്തെ കാര്യമാണ്. ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവന് ഫർളാണ്. കഴിവുണ്ടെങ്കിൽ, സമ്പത്ത് കൊണ്ട് ശാരീരികമായ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോമിനീങ്ങളെ, ഈ 2025 നിങ്ങൾ എടുത്തു നോക്കി. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഹജ്ജിൻ്റെതായ നിയമങ്ങൾ. പൈസ ഉണ്ടായിട്ടും ഹജ്ജിന് പോകാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർക്ക്, മോമിനീങ്ങൾക്ക്, ഇന്ത്യയിൽ താമസിക്കുന്നതായ ഈ സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയിൽ താമസിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് പൈസ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ സമ്പന്നനാണ്, ഞാൻ പൈസ ഉള്ളവനാണ്, ഞാൻ എന്ത് വിചാരിക്കുന്നുവോ അത് നടക്കും എന്ന് വിചാരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു അടിയാണ് ഈ വർഷത്തെ ഹജ്ജ് നമുക്ക് നമ്മുടെ രാജ്യം അതിന് അനുവദിക്കുന്നില്ല. ചില മാനദണ്ഡങ്ങൾ, ചില വലുതായ കുടുക്കുകൾ, വലിയ ഓരോ കുടുക്കുകൾ കൊണ്ട് മുഅ്മിനീങ്ങളുടേതായ മസ്തിഷ്കങ്ങൾ മരവിപ്പിക്കുന്ന രീതിയിലുള്ളതായ നിയമ തടസ്സങ്ങളാണ് ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് പോകുന്നുണ്ട്, നമ്മുടെ മഹല്ലിൽ നിന്നും പോകുന്നുണ്ട്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ബഹുഭൂരിഭാഗവും 5, 6, 7 ലക്ഷം രൂപയ്ക്ക് ഹജ്ജിന് പോയവർക്ക് ഇന്ന് 4 ലക്ഷം രൂപ ഹജ്ജിന് പോകാമെന്ന് അറിയിപ്പോന്നിട്ട് ഹജ്ജിന് പോകാൻ സാധിക്കുന്നില്ല. കാരണം നമുക്ക് നിയമം നമുക്ക് അനുകൂലമല്ല.
അതുകൊണ്ട് പൈസയുണ്ട്, ഞാൻ എന്തും ചെയ്യാം, എനിക്കെന്തും ചെയ്യാം എന്നുള്ളതായ വിചാരണ അതൊരു മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല എന്ന് കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്റെ കയ്യിൽ പൈസയുണ്ട്, ഇനി അടുത്ത വർഷം ഞാൻ ഉദ്ഹിയ്യത്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവർ അടുത്ത വർഷം പൈസ ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അള്ളാഹുവിന്റെ ചിന്ത. അള്ളാഹുവിൻ്റെതായ ചിന്ത മാത്രമേ വിജയിക്കുകയുള്ളൂ. മനുഷ്യന്റെ ചിന്തയ്ക്ക് യാതൊരുവിധ കാര്യവുമില്ല. കാരണം രക്ഷിതാവിനാണ്, ആ രക്ഷിതാവ് തീരുമാനിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം എന്നുള്ളത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. ജിന്നുവർഗവും മനുഷ്യവർഗവും ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, പടച്ചറപ്പിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. ഈ കോടാനുകോടി മനുഷ്യരെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോ നിയമകുരുക്കുകൾ നമ്മെ ഓരോ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുത്തുനബിയുടേതായ പരിശുദ്ധമായ മുബാറക്കായ ജീവിതം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലെ? ഓരോ നിയമ നിർമ്മാണങ്ങൾ നമുക്കെതിരെ മുഅ്മിനീങ്ങളെ വേട്ടയാടുമ്പോ, പ്രത്യേകിച്ച് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ, മുത്തലാഖ് പോലെയുള്ളതായ, വഖഫിന്റേതായ കരിനിയമം പോലെയുള്ളതായ ആ നിയമ നിർമ്മാണത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ മുസൽമാന് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, അള്ളാഹുവേ, ഞാൻ എന്റെ പ്രവാചകന്റെ ജീവിതത്തെ ഞാൻ മുറുകെ പിടിക്കുകയാണോ? അള്ളാഹുവേ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ഞാൻ മുറുകെ പിടിക്കുകയാണ് പടച്ചവനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നും വേണ്ട, പരിശുദ്ധമായ ഈ ജുമുഅ സമയം തന്നെ എടുക്കും. ജുമുഅ സമയം തന്നെ എടുക്കും. 1 മണിക്ക് ഖുത്ബയോന്ന് വന്ന് എല്ലാ മുഅ്മിനീങ്ങളും അറിയിപ്പ് നൽകിയതാണ്. 1 മണിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നേരത്തെ വരണം, 1 മണിക്ക് ഇവിടെ ഖുത്ബയോതും, അല്ലെങ്കിൽ 1:05 ഖുത്ബയോതും. ആർക്കാണ് ആവശ്യം? 2 റക്അത്ത് നിസ്കരിച്ച് ഓടാനുള്ള ധൃതിയിലാണ് നമ്മൾ. 2 റക്അത്ത് നിസ്കരിച്ച് ഇമാമ 2ാമത്തെ സലാം വീട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ പൊടിയും തട്ടി എണീക്കുന്ന ഒരു ദുരവസ്ഥ, ഒരു മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ മഹല്ലല്ല ഭൂരിഭാഗവും എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരാൻ. ആർക്കാണ് നഷ്ടം? ഈ ഉമ്മത്തിനാണ് നഷ്ടം, ഈ സമുദായത്തിനാണ് നഷ്ടം. വഖഫ് ബില്ലിനെതിരെ നമ്മൾ പോരാടുമ്പോ, മുത്തലാഖിനെതിരെ നമ്മൾ പോരാടുമ്പോ, ഓരോ നിയമത്തിനെതിരെ നമ്മൾ പോരാടുമ്പോ നമ്മുടെ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ നിങ്ങൾ പിൻപറ്റണേ, അവരെ നിങ്ങൾ അനുധാവനം ചെയ്യണേ, എന്റെ മുബാറക്കായ ജീവിതങ്ങൾ പിൻപറ്റണേ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, അള്ളാഹിന്റെ ഇഷ്ടം വേണമെങ്കിൽ, അള്ളാഹിന്റെ പ്രിയം വേണമെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റി. എന്നാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നതാണ്. എന്റെ മുബാറക്കായ ജീവിതത്തെ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ, എന്റെ സുന്നത്തായ ജീവിതത്തെ നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് ആരോടാണ് പറയുന്നത്? നമ്മളോടാണ് പറയുന്നത്. ഈ ഉമ്മത്ത് അള്ളാഹുവിനെ അനുസരിക്കാതെ വരുമ്പോ, ഈ ഉമ്മത്ത് പരിശുദ്ധമായ സുന്നത്തായ ജീവിതത്തിന് എതിര് സംഭവിക്കുമ്പോ, അള്ളാഹുവിന്റെ പല പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു തആല പല സമുദായങ്ങളെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേലിനെ പരീക്ഷിച്ചിട്ടുണ്ട്, മുമ്പ് ആദ്യ സമുദായത്തെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് സമുദായങ്ങളെ അള്ളാഹിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു പരീക്ഷിച്ചത്, അല്ലേ? അള്ളാഹിനെ അനുസരിക്കാൻ. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ ദുആയാണ്. എന്റെ ഉമ്മത്തെ നശിപ്പിച്ചു കളയല്ലേ അള്ളാഹ് എന്ന് പ്രവാചകന്റെ ദുആ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവാൻ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദുആ ചെയ്യാൻ സമയമില്ല, നമുക്ക് ഭയങ്കരമായ തിരക്കാണ്. എന്റെ വിശ്വാസികളോട്, എന്റെ സ്നേഹമുള്ളവരോട് പറഞ്ഞു തരാണ്. അള്ളാഹു ആദ്യം നമുക്ക്, എനിക്കും എന്നെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജുമുഅ സമയം അത് പിന്നെ പ്രസംഗം പോലും അത് ശരിയില്ലെന്നാണ്. എന്തിനാണ് പ്രസംഗിക്കുന്നത്? അങ്ങനെയെങ്കിലും കുറച്ച് നമുക്ക് അള്ളാഹുവിൻ്റെതായ ദീൻ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പ്രസംഗത്തിൽ ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം പോലും ഇമാമിയങ്ങൾ വിലക്കിയിട്ടുണ്ട്, അത് ശരിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇത് വാളിന്റെ സമയമല്ല, ജുമുഅ സമയം വാളിന്റെ സമയമല്ല. ജുമുഅ സമയം പവിത്രമായ സമയമാണ്, അല്ലെ? മഹാനായ
ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം, അതുപോലെ തന്നെ പല സംഘടനകളിലുള്ളതായ ബഹുമാന്യ ഉസ്താദന്മാരടക്കം പറഞ്ഞിട്ടുണ്ട്, ജുമാ സമയത്തുള്ള പ്രസംഗം അത് ശരിയല്ല, അത് നല്ലതല്ല, ഈ വഖത്ത് അതിനുള്ളതല്ല, വാദ പറയാൻ പറ്റിയ സമയമല്ല ഇത്. പക്ഷേ ഈ ഉമ്മത്ത് വരുന്ന സമയം ഇതാണ്, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയം ഇതാണ്. വളരെ അത്യാവശ്യമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനല്ലാതെ പ്രസംഗിക്കാനുള്ള സമയമൊന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ പറയാൻ, നമ്മളൊക്കെ പിന്നെ വലിയ സംഘടന പറയുന്നവരാണ് അല്ലെ, വലിയ സംഘടന പറയുന്നവരാണ്, അത് ഏത് സംഘടന ആയിക്കോട്ടെ, വലിയ രാഷ്ട്രീയങ്ങൾ പറയുന്നവരാണ്, വലിയ തൊപ്പിയും വലിയ നല്ല വെള്ള വസ്ത്രധാരണകളൊക്കെ നല്ല ഷോളൊക്കെ ഇട്ട് ഈ ഉമ്മത്തിന്റെ ഇടയിൽ നല്ല രീതിയിൽ ചമയുന്നവരാണ്. എത്രത്തോളം വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ അത്യാവശ്യമായ കാര്യമാണ്. ജുമാ സമയം പരിശുദ്ധമായ സമയമാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ജുമായ്ക്ക് വരും, ജുമായ്ക്ക് പങ്കെടുക്കും. ഈ ജുമാ സമയത്ത് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദർബാറിൽ അത് പാടില്ല എന്നൊക്കെ നമുക്കറിയാം. കേവലം മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ജുമാ സമയം നേരത്തെ വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കുറെ പിന്നെ എല്ലാ ആഴ്ചയും നേരത്തെ വരുന്നവരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല ജുമാ സമയം. ഈ ഉമ്മത്തിന് അള്ളാഹു അനുഗ്രഹിച്ചതാണ്, ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു വെച്ചതാണ് ജുമായുടെ പവിത്രമായ സമയം, ജുമായുടെ പവിത്രമായ സമയം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ വരും, ജുമാ സമയം നേരത്തെ വന്ന് ഖുതുബയിൽ പങ്കെടുക്കും. ഖുതുബ അത് പരിശുദ്ധമായ കർമ്മമാണ്. ജുമായുടെ ഖുതുബയ്ക്കാണ് മലയാള പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല. ജുമാ അറബി ഖുതുബയ്ക്കാണ് പ്രസക്തി, അറബി ഖുതുബയ്ക്കാണ് പ്രസക്തി, രണ്ട് ഖുതുബയ്ക്കാണ് പ്രസക്തി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ വരും, ജുമായിൽ പങ്കെടുക്കുക. ജുമായിൽ പങ്കെടുക്കുക, ഖുതുബയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിന് ചേർന്നുള്ളതായ നിസ്കാരത്തിലും പങ്കെടുക്കുക. പിന്നീടുള്ള കാര്യം അവരുടെ ഇഷ്ടമാണ്, ദുആ അതുമായി അനുബന്ധ കാര്യങ്ങൾ അവരവർക്ക് ഇഷ്ടമാണ്, വേണമെങ്കിൽ ഇരിക്കാം അല്ലെങ്കിൽ പോകാം. പക്ഷെ ജുമാ ഖുതുബ അത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, സ്നേഹമുള്ളവരോട് പറയാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മുഖ്യമായ വില കൊടുക്കുകയും ഉലഹിയത്തിൻ്റെതായ കർമ്മം കഴിഞ്ഞ വർഷത്തെ പോലെ വളരെ മാതൃകാപരമായി ചെയ്യും എന്നുള്ളതായ ചരിത്രങ്ങളും ഹദീസുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകൾ നമുക്ക് പറയാം. അതിൻ്റെതായ സമയം തുടങ്ങിക്കഴിഞ്ഞു. ദുൽഖഅദ മാസമാണ്. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഉൽഹിയ്യത്തിൻ്റെതായ പരിശുദ്ധമായ കർമ്മം നമ്മൾ ഏറ്റെടുക്കണം. ഈ ഉമ്മത്ത് ഓരോ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ വിടുമ്പോഴും അള്ളാന്റെ പരീക്ഷണം ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാണ്. നമുക്കത് ചേർന്നതല്ല. സുന്നത്തായ മുബാറക്കായ ജീവിതത്തെ ഒഴിവാക്കുന്നത് ഈ ഉമ്മത്തിന് അനുയോജ്യമായ കാര്യമല്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ മുബാറക്കായ ജീവിതം പിന്തുടരുക എന്നുള്ളത് ഈ ഉമ്മത്തിന് അനിവാര്യമായ കാര്യമാണ്. എല്ലാ പല മുസീബത്തുകളെ തൊട്ട് കാവലാണ് പരിശുദ്ധമായ സുന്നത്തായ ജീവിതം. അൽ ഉൽഹിയ്യ സുന്നത്തുൻ മുഅക്കദ, ശക്തിമത്തായ സുന്നത്തായ പ്രവൃത്തിയാണ് ഉൽഹിയ്യത്ത് എന്നുള്ളത്. നമുക്ക് ഉൽഹിയ്യത്തും ഇല്ല, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജ് പിന്നെ ചെയ്യാം, ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ചിലർക്കൊന്നും കഴിയില്ല, പൈസയുണ്ട്, അതിനുള്ളതായ ആരോഗ്യമുണ്ട്, പക്ഷേ ഇന്ത്യൻ നിയമം നമുക്കതിന് തടസ്സമാണ്. ചിലർക്കത് തടസ്സമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൈസ കൊണ്ട് ഞാൻ മനക്കോട്ട കൊണ്ടുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കൊടുക്കാമെന്നുള്ളതായ പിന്നെ ബോധ്യത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ സ്നേഹമുള്ളവരോട് പറയാൻ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഒരിക്കലും അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവൂലെന്ന് തന്നെ പറയണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയാൻ, പൈസ ഉണ്ട്, അത് കൊടുക്കാൻ, ഒരു ഷെയർ കൊടുക്കാനുള്ളതായ പൈസയെങ്കിലും അൽഹംദുലില്ലാഹ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ഉൽഹിയ്യത്തിന്റെ ശക്തിമത്തായ സുന്നത്തിൽ ചേർന്നുകൊണ്ട് ഈ മഹല്ല് സംവിധാനം, അത് ബൃഹത്തായ ഒരു സംവിധാനമാണ്. നിങ്ങളുടെ മഹല്ലിന്റെ കീഴിൽ നടത്തുന്നതായ ഉൽഹിയ്യത്തിന്റെ പരിശുദ്ധമായ കർമ്മത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഈ സുന്നത്തായ മുത്തുനബിയുടെ പരിശുദ്ധമായ ജീവിതത്തെ ഈ ലോകത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ അറുത്തു കളയാൻ നോക്കുന്നതായ ശക്തികൾക്ക് മുന്നിൽ ഓരോ നിയമത്തിനെതിരെയും കരിനിയമം മാറ്റിക്കൊണ്ട് കറുത്ത ചായം പുരട്ടിക്കൊണ്ട് ഓരോ നിയമത്തിനെയും ഉന്മൂലനം ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നതായ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ മുറുകെ പിടിക്കൽ, പരിശുദ്ധമായ മുബാറക്കായ ജീവിതത്തെ മുറുകെ പിടിക്കൽ, അതിലൂടെ വിജയം നേടി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിജയം, നമ്മുടെ ആശ്രയം, നമ്മുടെ ഓരോ നിയമത്തിനെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കും അപ്പുറം നമ്മുടെ എല്ലാവിധ ആശ്രയം എന്നുള്ളത് ഈ മുബാറക്കായ ജീവിതമാണ്. ഈ
പരിശുദ്ധമായ ജീവിതമാണ്, ദീനനുസരിച്ചുള്ളതായ ജീവിതമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും ഈ മുബാറക്കായ ജീവിതത്തെ, ദീനനുസരിച്ചുള്ള ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുകയും അത് ചേർത്ത് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. നാഥനായ റബ്ബ് അതിനുള്ള ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി അതിനുള്ളതായ കാര്യങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവർ ഒറ്റയായും ഷെയറായും ഈ ഉദ്ഹിയത്തിൻ്റെതായ പരിശുദ്ധമായ കർമ്മത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ അവരുമായി ബന്ധപ്പെട്ട് വളരെ ശക്തിമത്തായ ഈ സുന്നത്തായ മുബാറക്കായ ഈ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. നാഥനായ റബ്ബ് അതിനുള്ള ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.